അപ്പൊ ഗൈസ് ഞങ്ങൾ ഇന്നോട്ടിട്ട് നല്ല കുട്ടികളാവാൻ തീരുമാനിച്ചു. ഞങ്ങൾ ഇന്നോട്ട് നടക്കാനായിട്ട് ഇറങ്ങാൻ തീരുമാനിച്ചു. ആദ്യം ഞങ്ങൾ കുറച്ചു നേരം മൗഗ്ലിനെ കൊണ്ട് നടക്കാനായിട്ട് വിചാരിച്ചിട്ട് വന്നു. മൗഗ്ലിക്ക് വരാൻ പറ്റില്ല. കിതച്ചു. നമ്മളെ പിടിച്ച് ഓടി. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു വേണ്ട, അവനെ കൊണ്ടുവരുന്നത് വേണ്ട, തിരിച്ചു പോയിട്ട് അവനെ അവിടെ ആക്കി ഞങ്ങൾ എന്തായാലും ഇതേ പാടം കണ്ട ഇതിലേക്കൂടെ എങ്ങനെ നടക്കാന്ന് വിചാരിച്ചു. പാടത്തേക്ക് വേഗം എത്താമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വഴിക്ക് തന്നെ ഇങ്ങോട്ട് ഇറങ്ങാന്ന് ഞങ്ങൾ വിചാരിച്ചേ. അപ്പൊ ഞങ്ങളുടെ നടക്കുന്ന സ്ഥലം കണ്ടോ ഗൈസ്? അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പാടത്തിൽ കൂടെ എങ്ങനെ നടക്കാന്ന് വിചാരിച്ചു. സൗകര്യങ്ങളൊക്കെ മുന്നിൽ വരാതെ സൗകര്യങ്ങളൊക്കെ ഇപ്പൊ നടക്കുന്നുണ്ട്. ഇനിയിപ്പോ നാളെ നടക്കുന്നുണ്ടെന്ന് അറിയില്ല, നോക്കാനായില്ല. ഇവിടെ ഗൈസ് നടക്കാനുള്ള സ്ഥലമില്ലേ? വലിയ കാറ്റിൽ തന്നെ കൊണ്ടുണ്ട്. നടക്കാനുള്ള സ്ഥലമുണ്ട്. എനിക്ക് പേടിയുണ്ട് അവിടെ നിനക്ക് റോട്ടിൽ കിടന്നിറങ്ങാൻ. എനിക്ക് പേടിയില്ല, റോട്ടിൽ കൂടെ. നീ ഇവിടെ റോഡില്ലല്ലോ, ഇവിടെ കുറച്ചും പാടല്ലേ. അങ്ങോട്ട് പോണ്ട ഗൈസ്, അവിടെ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമാണ്. നമ്മള് നേരമില്ലാത്ത നേരത്ത് പോയിട്ട് വലുതുണ്ടായി കഴിഞ്ഞാൽ അച്ഛൻ നമ്മളെ ചീത്ത പറയും. നിന്റെ അച്ഛൻ പുലി, അച്ഛൻ പുലി നമ്മളെ ചീത്ത പറയും. വെയിലും പാടത്ത് വെയിലും മൂലിലും കൂട്ടിലേക്ക്. കാട്ടിലാണ് ഒരു കൂട്. പാവുണ്ടല്ലോ അതിനെ ഈ കാട്ടില് കൂട്ടില്. അല്ല, അവർ ഗേറ്റിന്റെ ഇപ്പുറത്തല്ലേ കൂട്? അവരുടെ സ്ഥലത്തല്ല കൂട്. കൂട് റോട്ടിലേക്ക്. ഗൈസ്, ഇവിടെ വിജനമായ സ്ഥലമാണ് ഗൈസ്. പ്രേതങ്ങളുണ്ടാവും. അതെ, എന്റെ മോൾക്ക് പ്രേതത്തിന് ഭയങ്കര പേടിയാ. ഇന്നലെ റൂമിലിരുന്നിട്ട് ഒടിയന്റെ കാര്യങ്ങളൊക്കെ അതിൽ കേട്ട് കഴിഞ്ഞിട്ട് ഓടി എന്റെ അടുത്തേക്ക് വരും. അയ്യോ അമ്മക്ക് പൂ കണ്ട കാവടിപ്പൂവല്ലത്? കാവടിപ്പൂ എന്നിട്ട് എന്നാ പറയാ, എന്തൊക്കെ ഒരു പൂവാണ്. കാവടിപ്പൂവാൻ തോന്നുന്നു. പാമ്പ് വരാണ് ആവശ്യം. അയ്യോ, ഇത് കിട്ടുന്നില്ല ഗൈസ്. വേണ്ട, നമുക്ക് പോവാം. ഇത് നല്ല മണുണ്ടെന്ന് തോന്നുന്നു. അതൊന്നും മണമില്ലാത്ത പൂവാ. മണമുള്ള പൂവാലോ? അല്ലല്ലേ? ഐ തിങ്ക് ഇത് പാമ്പ് പൂവാൻ തോന്നുന്നുണ്ട് ഗൈസ്. തോന്നുന്നുണ്ട്, അറിയില്ല. എന്താണ് എന്റെ ഒരു ചെറുപ്പത്തിലെ ഒരു നിഗമനം. നിന്റെ ചെറുപ്പത്തിലത്തെ നിഗമനം ഇതാണ് കാവടിപ്പൂ എന്നാണ് ഞാൻ വിചാരിക്കണേ. കാവടി പോലെ ശരിക്കും കാവടി പോലെ തന്നെ നിക്കണേ ആണ്. അതെ. ആ കയറ്റം കയറി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ടയേർഡായി ഗൈസ്. നീ വരുന്നില്ലേ നാളെ തൊട്ട്? നാളെ തൊട്ട് ഞാൻ ഇവിടേക്കില്ല. എങ്ങനെ നടക്കാന്നറിയോ? റോഡ് കുണ്ടും കുഴിയില്ലാത്ത, കയറ്റവർക്കങ്ങളില്ലാത്ത റോഡ്. അമ്മല്ല നീ വഴിക്കോണെന്ന്. ബസ് വരുന്നുണ്ട് ഗൈസ്, നമുക്ക് ഒതുങ്ങി നടക്കാം. ഗൈസ്, ലൈറ്റ് പോയി ഗൈസ്. ഞാൻ ഫ്ലാഷ് ലൈറ്റ് കാണാണ്. വേഗം പോയിട്ട് വണ്ടി എടുത്ത് കൊണ്ടുപോകാന്ന്. അപ്പൊ നമുക്ക് എനിക്ക് നടന്നു പോലോ. അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ നടക്കാൻ കഴിഞ്ഞു ഗൈസ്. ഇന്നത്തെ നടത്താൻ കഴിഞ്ഞു. കൊറേ കൂടി നടക്കാനുണ്ട്. ഇപ്പൊ ഞങ്ങൾ ജസ്റ്റ് ട്രൈ നോക്കിയത്. നീ ശരിക്കും നടക്കുന്നു നാളെ തൊട്ട്. അപ്പൊ ശരി ഗൈസ്, ബൈ ബൈ. അപ്പൊ നാളെ കാണാം. ബൈ ബൈ. ഇതാണ് ഗൈസ് ഞങ്ങളുടെ ആശ്രമം, നാരായണ തപോവനാശ്രമം വെങ്ങേശ്വരി. ഇതൊക്കെ സ്ഥലമാണ്. ഇതൊരു കേറ്റാണ്. ഇനി ഇവിടുന്ന് അമ്മ ഇനി ഒരിക്കില്ല എന്ന് പറയണേ. അതായത് അവിടുത്തെ ഇറക്കം. നാളെ ഇനി വരുമായിരിക്കുമായിരിക്കല്ലേ? അയ്യോ, നാളെ ഞാൻ ലീവ് അടിക്കില്ല. അന്നെ എനിക്ക് വയ്യാണ്ടായതോ. നടന്നിട്ടാണിങ്ങനെ നടക്കണം. നടന്നിട്ട് വേണം ഇനി സെറ്റാവാനായിട്ട്.
അല്ലാണ്ട് ഡയറ്റ് മാത്രം പോരാ.